സി ജോസഫ് വിജയ് എന്നും ഞാൻ മുൻപൊരിക്കൽ സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ സിനിമാ സൂപ്പർ താരങ്ങളെല്ലാം പങ്കെടുത്ത ഒരു വലിയ പരിപാടി. ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായി എത്തിയത് അന്നത്തെ മുഖ്യമന്ത്രി അമ്മ ജയലളിതയായിരുന്നു. തന്റെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പോലും മുൻനിരയിൽ സീറ്റ് ഒരുക്കിയപ്പോൾ വേദിയിൽ വിജയ്ക്ക് ഇരിപ്പിടം നൽകിയത് ഏറെ പുറകിലെ നിരയിലായിരുന്നു. ഇരുത്തി അദ്ദേഹത്തെ അപമാനിച്ചു വിട്ടു. അന്ന് വിക്രം പോയി അദ്ദേഹത്തിനൊപ്പം ഇരിക്കുന്ന വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. ഇന്നയാൾ ആ പരിപാടി സംഘടിപ്പിച്ചവർ അടങ്ങിയ 9 കോടി ജനങ്ങളെ ഭരിക്കാൻ പോകുന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. ജോസഫ് വിജയ് തമിഴ്നാട് CM. സി ജോസഫ് വിജയ് എന്നും ഞാൻ சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு ഉറുതിമൊഴിகிறேன். ഇതിനും വലിയൊരു റിയൽ ലൈഫ് മാസ് ഒന്നും ലോകത്ത് ഒരുത്തനും കാണിച്ചിട്ടുണ്ടാവില്ല. ജനനായകൻ റിലീസായപ്പോൾ കണ്ടതാണ് അവിടുത്തെ സർക്കാർ ആ ഒരു സിനിമയെ തടയുന്നത്. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ അതേ സർക്കാരിനെ, തന്റെ സിനിമ തടഞ്ഞ അതേ സർക്കാരിന്റെ മുന്നിൽ അടുത്ത CM ആയിരിക്കുകയാണ് വിജയ്. ആദ്യ ചുവട് എന്ന് പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സിനിമയുടെ വിലക്ക് മാറ്റുന്നതായിരിക്കും, അദ്ദേഹത്തിന്റെ ആദ്യത്തെ നടപടി എന്ന് പറയുന്നത്. എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മാസ് എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ കാണിച്ചു തന്ന ഒരു വലിയ വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്കിത് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. എന്നാൽ തീർന്നില്ല. സിനിമാ മേഖലയിൽ നിന്ന് ഒരു നായകൻ രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ നേരിട്ട വെല്ലുവിളികൾ എന്ന് പറയുന്നത് ചെറുതല്ല. പക്ഷേ അദ്ദേഹം കാണിച്ച നിലപാടുകളും അദ്ദേഹം ജനങ്ങളോട് കാണിച്ച സ്നേഹവുമാണ് ഇന്ന് അദ്ദേഹത്തെ ഒരു CM ആക്കി നിർത്തിയിരിക്കുന്നത്. തന്റെ രസികരെ ചേർത്ത് പിടിക്കുന്നു. തന്റെ രസികർ ഓട്ടോ ഓടിക്കുന്ന സാധാരണ ആളുകൾ പോലും MLA-യിലേക്ക് അല്ലെങ്കിൽ ഒരു MLA പദവിയിലേക്ക് വരിക എന്ന് പറയുന്നത് ഈ DMK-ക്കും ADMK-ക്കും ഒക്കെ ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള കാര്യമാണ്. അത്രയും സ്നേഹത്തോടെയും അത്രയും ജനങ്ങളെ വിശ്വസിച്ചും അവരെ ഒപ്പം നിർത്തിക്കൊണ്ടുമാണ് ജോസഫ് വിജയ് എന്ന് പറയുന്ന തമിഴ്നാടിന്റെ ഇളയ ദളപതി ഇന്ന് തമിഴ്നാട്ടിലെ CM ആയിട്ട് മാറുന്നത്. நான் முன்னாடியே சொன்ன மாதிரி மக்கள் பணத்துல இருந்து ஒரு பைசா கூட நான் தொட மாட்டேன். எனக்கு அது அவசியமும் இல்ல. அது உங்களுக்கு நல்லாவே தெரியும். இந்த விஜய் தப்பு பண்ண மாட்டான், தப்பு பண்ணவும் விட மாட்டான். அது யாராக இருந்தாலும் சரி, என்னோட கவர்மெண்ட்ல என் கூடவே இருக்கிறவங்களாகவும் சரி விட மாட்டான். சப்போஸ் யாருக்காவது அப்படி ஒரு எண்ணம் மனசுல இருந்துச்சுன்னா நம்ம ஜெயிச்சுட்டோம், ஒரு ஆட்டம் ஆடி பார்க்கலாம் அப்படின்ற எண்ணம் யாருக்காவது இருந்துச்சுன்னா இப்பவே இந்த நிமிஷமே அதை எரேஸ் பண்ணிருங்க. എന്തായാലും തമിഴ് മണ്ണിൽ പുതിയൊരു സൂര്യോദയം തുടങ്ങിയിരിക്കുകയാണ്. സിനിമാ സ്ക്രീനിലെ ദളപതി ഇനി തമിഴകത്തിന്റെ വിധി നിശ്ചയിക്കുന്ന മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുമ്പോൾ അവിടെ വെല്ലുവിളികൾ ഏറെയാണ്. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അദ്ദേഹങ്ങൾ കൊണ്ടുവരും. മാത്രമല്ല ഈ പാവപ്പെട്ട ജനതയെ ഒരുമിച്ച് അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഒരു CM പദവിയിലേക്ക് അവിടുത്തെ ജനങ്ങൾ എത്തിച്ചത്. എന്തായാലും ചെന്നൈ രാജ്ഭവന് മുന്നിൽ ചരിത്രം വഴിമാറുകയാണ്. ദളപതി വിജയ് ഗവർണറെ കാണാനെത്തി. ഇതൊരു വെറുമൊരു കൂടിക്കാഴ്ചയല്ല, തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. മണിക്കൂറുകൾക്ക് മുമ്പാണ് വിജയ് രാജ്ഭവനിലെത്തിയത്. തന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള തമിഴക വെற்றிക്കഴകത്തിന്റെ വൻ വിജയത്തിന് പിന്നാലെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാനാണ് ഈ വരവ്. വെള്ള ഷർട്ട് ധരിച്ച് കാറിൽ ഇറങ്ങി
പഴയ ലാളിത്യത്തോടെ, എന്നാൽ കണ്ണുകളിൽ അധികാരത്തിന്റെ ആത്മവിശ്വാസവുമായിട്ട് വിജയ് ഗവർണർക്ക് മുന്നിൽ എത്തിയത്. DMKയും ADMKയും മാറി മാറി ഭരിച്ച തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് മൂന്നാമതൊരു ശക്തിയായിട്ട് വിജയ് കടന്നു വന്നപ്പോൾ പലരും പരിഹസിച്ചിരുന്നു. എന്നാൽ ജനവിധി വന്നപ്പോൾ എല്ലാം മാറി പറഞ്ഞു. ദളപതിയുടെ പദയാത്രകളും ജനങ്ങളോടുള്ള ആത്മാർത്ഥവുമായിട്ടുള്ള സംസാരവും തമിഴ് ജനത നെഞ്ചിലേറ്റി. ആവേശം അണപൊട്ടിയ തെരഞ്ഞെടുപ്പിൽ TVK തരംഗമാഞ്ഞടിച്ചു. സിനിമയിലെ ഡയലോഗുകൾ മാത്രമല്ല, രാഷ്ട്രീയത്തിലെ ചാണക്യ തന്ത്രങ്ങളും തനിക്ക് വശമുണ്ടെന്ന് വിജയ് തെളിയിച്ചു കഴിഞ്ഞു. യുവാക്കളുടെയും സ്ത്രീകളുടെയും വോട്ടുകൾ കൃത്യമായിട്ട് സമാഹരിച്ച വിജയ് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തന്റെ മുഖമുദ്രയാക്കി. ഓരോ മണ്ഡലത്തിലും നേരിട്ടെത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടത് അദ്ദേഹത്തിന് വലിയ മുൻതൂക്കം നൽകി. രാജ്ഭവന് പുറത്ത് തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആരാധകർ എങ്ക വീട്ടു പിള്ളെ, തമിഴ്നാട് മുഖ്യമന്ത്രി എന്ന മുദ്രാവാക്യങ്ങളുമായിട്ട് അന്തരീക്ഷ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. വിജയ് ഗവർണറെ കണ്ട് പുറത്തിറങ്ങുന്നത് കാണാൻ ചെന്നൈ നഗരം ശ്വാസമടക്കി കാത്തിരുന്നു. പോലീസിനും നിയന്ത്രിക്കാനാകാത്ത ജനപ്രവാഹമാണ് ഉണ്ടായിരുന്നത്. വിജയുടെ മാസ് എൻട്രിയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഒരു പക്ഷത്ത് ഈ പറയുന്നത് പോലെ തന്നെ തമിഴ്നാട്ടിലെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ. ഇത്രയും വലിയൊരു മാറ്റം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കോട്ടകൾ തകർന്നു, സിംഹാസനങ്ങൾ ഇളകി. ദളപതി ഇനി കേവലം ഒരു നടനല്ല, കോടിക്കണക്കിന് ജനങ്ങളെ നയിക്കുന്ന ഭരണാധികാരിയാണ്. അതെ, തമിഴ്നാടിന്റെ പുതിയ CM ആണ് ജോസഫ് വിജയ്. വരുന്ന ഞായറാഴ്ച ചെന്നൈ YMCA ഗ്രൗണ്ടിൽ വെച്ച് വിജയ് തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഔദ്യോഗിക വിവരം ലഭിക്കുന്നത്. തമിഴ് സിനിമയിലും രാഷ്ട്രീയത്തിലെയും പ്രമുഖർ ഈ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനെത്തും. ഇത് തമിഴ്നാട് കാണാൻ പോകുന്ന ഏറ്റവും വലിയ ആഘോഷമായിരിക്കും. ഈ ഒരു കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയണം. അദ്ദേഹം മത്സരിച്ച് നിന്ന് അദ്ദേഹം ജയിച്ച MLA ആയ അതേ സ്ഥലത്ത് പകരം തൃഷയെ നിർത്തിയിരിക്കുകയാണ്. അവിടെയും തൃഷ ജയിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. വിജയെ അനുകൂലിക്കുന്നവർ, വിജയെ സ്നേഹിക്കുന്നവർ തീർച്ചയായിട്ടും അവരെയും വിജയിപ്പിക്കും. എന്തായാലും വലിയൊരു മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ഒരു റിയൽ ഹീറോ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലേക്ക് വിജയ് കാണിച്ചിട്ടുള്ളത്. എന്തായാലും സിനിമയിലെ ഒരു മാസ് ഡയലോഗുകൾ രാഷ്ട്രീയത്തിലെ ക്ലാസ് പ്രവൃത്തികളായിട്ട് മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ തമിഴ്നാട് കാണുന്നത്. പാവപ്പെട്ടവരുടെ വിശപ്പടക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകുന്ന വിജയ് സ്റ്റൈൽ രാഷ്ട്രീയം എതിരാളികളെ പോലും നിശബ്ദരാക്കിയിരിക്കുകയാണ്. വാഗ്ദാനങ്ങളല്ല, പ്രവൃത്തിയാണ് തന്റെ ലക്ഷ്യമെന്ന് ആ കണ്ണുകളിലെ നിശ്ചയദാർഢ്യം പറയുന്നുണ്ട്. എന്തായാലും ഈ തമിഴ്നാട് പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓരോ ചുവടുകളും ഓരോ നിലപാടുകളും ഓരോ നടപടികളും നടക്കുമെന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് സിനിമയിലെ ഒരു വലിയ ഹീറോ റിയൽ ലൈഫിൽ അതൊരു മറ്റൊരു ഹീറോ ആയിട്ട് മാറിയാണ്. സത്യത്തിൽ മറ്റാർക്കും ഇതുപോലെ അല്ലെങ്കിൽ ഇത്തരം ഒരു രീതിയിലേക്ക് എത്താൻ പോലും കഴിയില്ല, ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രയധികം ലെവലിലേക്ക് ഇന്ന് വിജയ് എത്തിയിരിക്കുകയാണ്. ഒരു വെറും വിജയ് അല്ല, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് എന്ന പേരിലേക്ക് അദ്ദേഹം മാറിയിരിക്കുകയാണ്. അതായത് കളിയാക്കിയവർക്കും തടഞ്ഞവർക്കും ഈ പറയുന്ന തള്ളി പറഞ്ഞവർക്കും എല്ലാവരുടെയും ഈ 9 കോടി ജനങ്ങൾക്ക് മുന്നിൽ ആ 9 കോടി ജനങ്ങളെ ഭരിക്കുന്നത് അല്ലെങ്കിൽ ആ നാട് ഭരിക്കുന്നത് ഇപ്പോൾ CM ജോസഫ് വിജയ് ആണ്. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു മാസ് എന്ന് പറയുന്ന സംഭവം. അത് ജീവിതത്തിൽ എന്തായാലും സിനിമയിൽ നമ്മൾ ഒരുപാട് മാസുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് റിയൽ ലൈഫിൽ നടപ്പാക്കിയിരിക്കുകയാണ് വിജയ്. വിജയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്നത് ആദ്യം തൊട്ടേ ഒരു വെല്ലുവിളിയായിരുന്നു. കാരണം TVK തുടങ്ങിയ സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തമിഴ് രാഷ്ട്രീയം എന്ന് പറയുന്നത് DMKയും ADMKയും മാറി മാറി വന്നിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. പതിറ്റാണ്ടുകളായിട്ട് അവർ തന്നെയാണ് ആ ഭരണം കൊണ്ടുപോകുന്നത്. മാത്രമല്ല ആ ഒരു പരമ്പരാഗത ഒരു രാഷ്ട്രീയത്തിലേക്ക് ഒരു പുതിയ രാഷ്ട്രീയം വരിക എന്ന് പറയുന്നത് വിജയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇത്തരം വെല്ലുവിളികൾ എങ്ങനെ മറികടക്കാനാകുമെന്നുള്ളത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു എലക്ഷൻ വന്നു. ആ ആദ്യത്തെ എലക്ഷനിൽ അവിടുത്തെ എല്ലാവരും TVKയിലേക്ക് MLA-മാരായിട്ട് മത്സരിക്കുന്നു. അവിടെ 100-ലധികം സീറ്റുകൾ നേടി അദ്ദേഹം വിജയിക്കുന്നു. ഇന്ന് ആ വെല്ലുവിളിച്ചവരെയും തള്ളി പറഞ്ഞവരുടെയും മുന്നിൽ CM ആയിട്ട് നിൽക്കുന്നു. ഇതിൽ പരം ഒരു വലിയ വിജയം അദ്ദേഹത്തിനില്ല. മാത്രമല്ല നിങ്ങൾ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും മാസ് സിനിമയിലെ പോലെ അതേ മാസ് അതുപോലെ തന്നെ പ്രാവർത്തികമാകുന്ന ഒരു സംഭവം വേറെ എങ്ങും കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അത്രയേറെ ഒരു റിയൽ സ്റ്റോറിയാണ് ഇന്ന് തമിഴ്നാട് നേരിട്ട് കാണുന്നതും അതിൽ അനുഭവിക്കുന്നതും. എന്തായാലും അവിടുത്തെ ജനം ഒന്നടങ്കം
ജനമടങ്കം അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. ആ ഒരു ജനത്തിന്റെ പിന്തുണയാണ് ഇന്ന് അദ്ദേഹം അവിടെ നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. അദ്ദേഹം വരുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്തായാലും നമുക്ക് നിലവിൽ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു നയമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് മുതിർന്നവരെന്നോ കൊച്ചുകുട്ടികളെന്നോ വയസ്സ് ചെന്നവരോ ഒന്നുമില്ലാതെ വിജയ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം തമിഴ്നാട് മക്കളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, വിജയിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഇത് അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം കൂടിയാണ്. കാരണം സിനിമാ മേഖലയിൽ നിന്ന് പലരും രാഷ്ട്രീയം ഉണ്ടാക്കാനും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ജയിക്കാനും നോക്കിയ അതേ സ്ഥലത്ത് പലരും അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം രജനീകാന്ത്, കമലഹാസൻ, അങ്ങനെ നിരവധി പേരെടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരിക്കലും ഈ പറയുന്നത് പോലെ തന്നെ ജയലളിതയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന MGRന്റെ ഒരു ലെവലിലേക്ക് ആർക്കും തന്നെ വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതേ ലെവലിലേക്ക് ഇന്ന് ജോസഫ് വിജയ് എന്ന് പറയുന്ന ആ മഹാനടൻ അല്ലെങ്കിൽ ഒരു മഹാവീരൻ എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അദ്ദേഹം ഇന്ന് തമിഴ് രാഷ്ട്രീയത്തിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് അവിടെ എത്തിയിരിക്കുകയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്.